മുഖത്ത് സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാൽ ഉദു ശരിയാകും എന്നുള്ളതാണ്. ഈ സൺസ്ക്രീൻ എന്ന് മാത്രമല്ല, എന്ത് ക്രീമുകളാണെങ്കിലും അത് ശരീരത്തിൽ പുരട്ടി കഴിഞ്ഞാൽ വുളൂഹിന്റെ അവയവങ്ങളിലേക്ക് അത് പുരട്ടുന്ന സന്ദർഭത്തിൽ വുളൂഹിന്റെ വെള്ളം അത് ശരീരത്തിൽ തൊലിയിലേക്ക് തട്ടുന്നതിന് തടസ്സമാകുന്ന രൂപത്തിലുള്ള ക്രീമുകളാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അത് എണ്ണ പോലുള്ള സാധനങ്ങൾ, സാധാരണഗതിയിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അതൊന്നും വെള്ളം ആകുന്നതിന് തടസ്സമല്ല. നമ്മൾ തലയിലൊക്കെ എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ തല തടവുമ്പോൾ അത് മുടിയിലേക്ക് ആകാതിരിക്കുകയൊന്നും ചെയ്യുന്നില്ല. അത് പിന്നെ വുളുവിനെ ബാധിക്കുകയും ചെയ്യില്ല. വുളു സ്വീകരിക്കണമെങ്കിൽ, നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുളു ശരിയാവണം. വുളു ശരിയാവണമെങ്കിൽ എന്ത് വേണം? പിന്നെ ഈ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ തൊലിയിലേക്ക് വെള്ളം നേരിട്ട് സ്പർശിക്കുന്നതിന് തടസ്സമാകുന്ന ഒന്നും തൊലിപ്പുറത്തുണ്ടാകാൻ പാടില്ല. അപ്പൊ മുഖത്ത് നമ്മൾ തേക്കുന്ന ആ ക്രീം തേക്കുന്നത് കൊണ്ട് നമ്മളെ തൊലിയിലേക്ക് ആ വെള്ളം തട്ടുകയില്ല. ഒരു പെയിന്റ് പോലെ അല്ലെങ്കിൽ ഒരു മെഴുക് പോലെ ആ വെള്ളം പിന്നെ ശരീരത്തിലേക്ക് ചേരുന്നതിന് അത് തടസ്സമാകുമെന്നുണ്ടെങ്കിൽ അത്തരം ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നേരെ മറിച്ച് അത് തേച്ചു എന്നുള്ളത് കൊണ്ട് സാധാരണ നമ്മൾ തേക്കുന്ന ചെറിയ ക്രീമുകളൊക്കെ ഉണ്ട്. ആ ക്രീമുകളൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് തൊലിയിലേക്ക് വെള്ളമാകുന്നതിന് തടസ്സമാകാത്ത രൂപത്തിലുള്ള ക്രീമുകളുണ്ട്. അത്തരം ക്രീമുകൾ ഉപയോഗിക്കുന്നത് വുളുവിനെ ബാധിക്കുകയില്ല. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു വിരോധമല്ല. എന്നാൽ തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്നതാണോ, അതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം നമ്മൾ നോക്കേണ്ടത്. ഏത് ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ ക്രീം കാരണം നമ്മുടെ വെള്ളം തൊലിയിലേക്ക് ടച്ച് ആകാതിരിക്കുന്ന, അതിന് തടസ്സമാകാതിരിക്കുന്ന ക്രീമാണ് എങ്കിൽ അത്തരം ക്രീമുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല എങ്കിൽ അതുകൊണ്ട് വിരോധമില്ല.